നമസ്കാരം. നിങ്ങൾക്ക് പടികൾ കയറുമ്പോൾ ക്ഷീണം തോന്നാറുണ്ടല്ലോ, അതുപോലെ കൈകാലുകൾക്ക് മുൻപത്തെ അത്ര തന്നെ ബലമില്ല എന്നുള്ള തോന്നലോ, മസിൽ ക്ഷയിക്കുന്നത് പോലെയോ, ഞരമ്പുകൾ ദുർബലമാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടോ? ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തെ. വയസ്സ് കൂടുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മസിൽ ക്ഷയം എന്നുള്ളത്. അതിൽ മസിൽ കോച്ചിപ്പിടുത്തം, മസിൽ കയറ്റം, മസിൽ ക്രാമ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മസിൽ കുറഞ്ഞാൽ ശരീരബലം കുറയും, ശരീരബലം കുറഞ്ഞാൽ ഞരമ്പുകളും സന്ധികൾക്കും കൂടുതൽ സമ്മർദ്ദം വരും, പിന്നീട് വേദനയും മരവിപ്പും തരിപ്പും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പല കാര്യങ്ങളും നിങ്ങൾ പരീക്ഷിച്ചിട്ടും ഇതൊന്നും തന്നെ വർക്കാവാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. കാരണം ഇതിൽ ഒരു കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്ന് ആ കാരണത്തിനെ ചികിത്സിച്ചാൽ ഇത് പെട്ടെന്ന് മാറ്റം വരും. പ്രധാനമായിട്ടും ഇത് ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് വാതദോഷം കൂടിയിട്ടുണ്ടാവുന്ന അവസ്ഥയിലൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇലക്ട്രോലൈറ്റിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരുമേ. അതെന്താണെന്ന് വെച്ചാൽ മഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം ഇവയൊക്കെ ശരീരത്തിൽ കുറവുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ വെള്ളം ശരിയായിട്ടുള്ള അളവിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിലോ, അമിതമായിട്ട് നിങ്ങൾ വിയർക്കുന്നുണ്ടെങ്കിലോ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നവരാണോ, പെട്ടെന്ന് കഠിനമായിട്ട് ഒരു ദിവസം വ്യായാമം ചെയ്ത് മസിലുകൾക്ക് അമിതമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ ദീർഘനേരം തന്നെ കാലുകളൊക്കെ ഒരുപോലെ ചലിപ്പിക്കാതെ വെച്ചുകൊണ്ടിരുന്നിട്ടോ, കാല് തൂക്കിയിട്ട് ഒരുപാട് സമയം ഇരുന്നിട്ട് രക്തചംക്രമണം ശരിയായിട്ട് നടക്കാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നവരാണെങ്കിൽ, ഞരമ്പ് അമർച്ച ഉണ്ടാവുക അല്ലെങ്കിൽ നടുവേദന മൂലമുള്ള നെർവ് കംപ്രഷനൊക്കെ, ഇങ്ങനെ നാഡി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, പ്രമേഹം, തൈറോയിഡ് രോഗങ്ങൾ, വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവരോ, അല്ലെങ്കിൽ ഡയൂററ്റിക്സ് എടുക്കുന്നവർ, അല്ലെങ്കിൽ ചില കൊളസ്ട്രോൾ മരുന്നുകളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് സാധ്യത കൂടുതലാണ്. വാതദോഷം കൂടുമ്പോൾ ഇത്തരം പേശി മുറുകൽ, പിടുത്തം, വേദന, മരവിപ്പ്, തരിപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ആയുർവേദത്തിൽ വളരെ നല്ല ഒരു പ്രൊസീജിയർ ഇതിന് ചെയ്യാൻ പറ്റുന്നത് ഒരു പഞ്ചകർമ്മ പ്രൊസീജിയർ, പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അഭ്യംഗമാചരേത് നിത്യം. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ദിവസേന എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത്. അതിലേത് എണ്ണ തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ നിങ്ങൾക്ക് മഹാനാരായണ തൈലം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതും തന്നെ ഒരു ഇളം ചൂടിൽ പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് എവിടെയാണോ അത്തരം വേദന വരുന്നത് അത്തരം ഭാഗങ്ങളിൽ നന്നായിട്ടൊരു മസാജ് ഡെയിലി കൊടുക്കുകയും, പിന്നെ അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മസിൽ കയറ്റം നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. മസിൽ വേദനയും അല്ലെങ്കിൽ ഞരമ്പുകളുടെ ബലക്കുറവും ഉള്ളവരിൽ മഹാനാരായണ തൈലമാണ് ഏറെ നല്ലത്. ഇനി ഗന്ധതൈലം ഉപയോഗിക്കാം. ഇതും അസ്ഥി സന്ധി ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ നല്ലതാണ്. ഇനി പിന്നെ നവരക്കിഴി, ഇതൊക്കെ നമ്മൾ ആയുർവേദ പഞ്ചകർമ്മ പ്രൊസീജിയറിലൊക്കെ തന്നെ ചെയ്യുന്നതാണ്. മസിൽ ക്ഷയം, ശരീരക്ഷീണം, നാഡീ ദൗർബല്യം ഇതിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. അതല്ലെങ്കിൽ വാതരോഗങ്ങൾക്കും ശരീര ബലക്കുറവിനും മസിൽ ക്ഷയത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ചികിത്സയാണ് പിഴിച്ചിൽ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ ഈ പിഴിച്ചിലൊന്നും നമുക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ധന്വന്തരം തൈലം ഉപയോഗിച്ചിട്ടുള്ള മസാജോ, ഈ മഹാനാരായണ തൈലോ, ഗന്ധതൈലോ, ക്ഷീരബല തൈലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി പലപ്പോഴായിട്ട് മസിൽ കയറ്റം പല രീതിയിൽ വരാറുണ്ട്. അധികവും തന്നെ ഒരു രാത്രി ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മസിൽ കോച്ചി പിടിക്കുന്നത് പോലെ തോന്നും. അത് അസഹ്യമായിട്ടുള്ളൊരു വേദന കാരണം പിന്നീട് അങ്ങോട്ട് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. എന്നാൽ ഈ ഉറക്കക്കുറവും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുത്തും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഉറക്കത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്, കാൽക്കുഴ കുത്തിയിട്ടോ താങ്ങില്ലാത്തയോ കട്ടിലിന് പുറത്തേക്ക് നീട്ടിവെച്ചോ കാല് നീട്ടിവെച്ചോ കിടക്കരുത്. പുതപ്പുകൾ ഒരിക്കലും ശരീരത്തിൽ മുറുകിയിരിക്കുന്ന ഒരു അവസ്ഥ, ടക്കിൻ ചെയ്തതുപോലെയുള്ള രീതിയിൽ കിടക്കരുത്. ഇതും കാൽക്കുഴകൾക്ക് ആയാസം ഉണ്ടാക്കുകയും പേശി വലിവിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണം രാത്രി ഉണ്ടാകുന്ന പേശി വലിവിൽ നിന്നൊക്കെ സംരക്ഷണം നൽകും. ഈ ബദാം, അതുപോലെ ഇതൊക്കെ തന്നെ വൈറ്റമിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ പൊട്ടാസ്യം ഉള്ളത്, ശരീരത്തിൽ സന്തുലിതമായിട്ടുള്ള അളവിൽ പൊട്ടാസ്യം ഉണ്ടായാൽ പേശി വലിവിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടും. ഏത്തപ്പഴം, ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അതിൽ പെടും. പിന്നെ പാലുൽപ്പന്നങ്ങൾ പതിവായിട്ട് മെനുവിൽ ഉൾപ്പെടുത്തിയാൽ കാൽസ്യത്താൽ സമ്പന്നമായ പാലും വെണ്ണയും ഒക്കെ കഴിക്കുന്നതിലൂടെ രാത്രി സമയങ്ങളിൽ ഈ പേശി വലിവിൽ നിന്ന് നല്ലൊരു സംരക്ഷണം കിട്ടും. പിന്നെ നിർജ്ജലീകരണമാണ് ഈ പേശി വലിവിൻ്റെ ഒരു പ്രധാന കാരണം. അതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഒരിക്കലും മറക്കരുത്. ഈ മാനസിക പിരിമുറുക്കം ഒരു കാരണമാണ്. അത് രാത്രി ആവശ്യത്തിന് വിശ്രമം കൊടുക്കുകയും അല്ലെങ്കിൽ പേശികൾക്ക് വിശ്രമം ലഭിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു പേശി വലിവിൻ്റെ സാധ്യത അകറ്റാൻ പറ്റും. അതുപോലെ ആവശ്യത്തിന് സോഡിയം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ
എടുക്കുന്നതും ഈ മസിലുകളുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഒരു പ്രധാന കാര്യമാണ്. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാലും പേശീബലം അനുഭവപ്പെടും. ഈ നാരങ്ങ വർഗ്ഗത്തിൽപ്പെടുന്ന പഴങ്ങളും പിന്നെ വൈറ്റമിൻ ഡി കിട്ടാൻ സൂര്യപ്രകാശത്തിൽ നിന്ന് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഡയറ്റ് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് കുറയുന്ന ഒരവസ്ഥ വരാറുണ്ട്. ഇത് പേശി വലിവിന് കാരണമാവുകയെ ഈ തവിട് കളയാത്ത അരിയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് എപ്പോഴും നല്ലതാണ്. ശരീരം ഒന്ന് ചൂടുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും പല എക്സസൈസുകളും ചെയ്യാം. കാലിൽ പേശികളുടെ സങ്കോചം ഒഴിവാക്കാൻ നീന്തൽ നല്ലൊരു വഴിയാണ്. അതുപോലെ വ്യായാമം ചെയ്യുന്നതും ഈ കുറച്ച് സമയം സൈക്കിൾ ചവിട്ടുന്നതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ പേശി വലിവിന് നമ്മൾ എപ്സം സാൾട്ട് പോലുള്ള ഒരു മരുന്ന് വേറെ ഇല്ലെന്ന് വേണം. ചൂടാറിയ വെള്ളത്തിൽ എപ്സം സാൾട്ട് ലയിപ്പിച്ച ശേഷം അതിൽ കാല് മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല തോതിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പേശി വലിവ് മാറാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ എപ്സം സാൾട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റൊക്കെ തന്നെ കാലിങ്ങനെ ഒരു നേരിയ ചൂടിൽ മതി, ഒരുപാട് ചൂട് പാടില്ല, അത് നമുക്ക് ബുദ്ധിമുട്ട് വരുത്തും. അപ്പോൾ ആ രീതിയിൽ കാലൊന്ന് മുക്കി വെച്ച് ഒരു 2 ആഴ്ചയൊക്കെ തന്നെ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയൂടെ ചെയ്താൽ ഈ പേശി വലിവിന് വളരെ നല്ലൊരു ഗുണകരമായിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ രാത്രിയിലെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു 15-20 മിനിറ്റ് ഒന്ന് നടക്കുന്നത് ഉറങ്ങുന്നതിന് മുൻപ് നല്ലതാണ്. അതുപോലെ ഉറങ്ങുന്നതിന് മുൻപ് ക്ഷീരബല തൈലം കാലിൽ പുരട്ടുന്നതോ ചെറു ചൂടുള്ള പാലിൽ അനുയോജ്യമെങ്കിൽ നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ മിൽക്ക് കുടിക്കാം. കാലിലെ മസിലുകൾക്ക് ഒരു 2-3 മിനിറ്റ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ലതാണ്. ഇത് ആഴ്ചകളോളം തുടരുമ്പോൾ പലർക്കും രാത്രികാല മസിൽ കയറ്റം കുറയുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഇത് പതിവായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡിയും കാൽസ്യം മഗ്നീഷ്യം ബ്ലഡ് ഷുഗറും ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ശരീരത്തിൽ ഇതുപോലെ ധാതുക്ഷയം വരുന്ന സമയത്തൊക്കെ തന്നെ നമുക്കിതിനെ അകറ്റാനായിട്ട് മസിലിൻ്റെ ബലമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അശ്വഗന്ധ എന്നുള്ളത്. ഈ അശ്വഗന്ധ വളരെ ബല്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് പാലിൽ ഈ നല്ല ചൂടുള്ള പാലിൽ അശ്വഗന്ധ ഒരു സ്പൂണ് ചേർത്തിട്ട് അത് കഴിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മാറ്റാനും ശരീരത്തിന് നല്ലൊരു ബലം നൽകാനും ഈ മസിൽ സംബന്ധമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റാനും നല്ലതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ചില ഭക്ഷണങ്ങളും കൂടെ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഉഴുന്ന്, അഷ്ടാംഗ ഹൃദയത്തിൽ ഉഴുന്നിനെ ബലകരമായിട്ടുള്ള ആഹാരമായിട്ടാണ് പറയുന്നത്. ഉഴുന്ന് കഞ്ഞി, ഉഴുന്ന് സൂപ്പ്, ഉഴുന്ന് ലഡു ഇത് മാംസപേശികൾക്കൊക്കെ മികച്ച പോഷണം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഉഴുന്ന് ശരീരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതേ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങയില എന്നുള്ളത്. അത് ഏത് രീതിയിലായാലും ഉള്ളിലേക്ക് എടുക്കാം. അത് രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പൊടിയായിട്ട് കലക്കി കുടിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങയില കറിയോ തോരനോ സൂപ്പോ എന്ത് വേണമെങ്കിലും മുരിങ്ങയില ഏത് രീതിയിൽ പൊടിച്ച് നിങ്ങൾക്കത് ചില സ്നാക്സ് രൂപത്തിലൊക്കെ ഉണ്ടാക്കി എങ്ങനെ വേണമെങ്കിലും മുരിങ്ങയിലയെ ഉപയോഗപ്പെടുത്താൻ പറ്റും. കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലുകൾക്കും മസിലുകൾക്കൊക്കെ ഒരുപോലെ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹലീം സീഡ് അല്ലെങ്കിൽ നമ്മുടെ ആശാളി എന്നുള്ളത് ഇപ്പം മഴക്കാലം എന്ന് പറയാനായി, നല്ല മഴയുള്ള കാലമാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ കൂടുതൽ ചൂടൊന്നും അനുഭവപ്പെടില്ല. അതുകൊണ്ട് നല്ല ഒരു കാലത്താണ് ഈ ഹാലിം സീഡ് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള മഴക്കാലത്താണ് ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ളത്. പാലിൽ കുതിർത്തിട്ട് കഴിക്കാം, അതാണ് ഏറെ ഒന്നുകൂടെ നല്ലത്. പിന്നെ അത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു ഡ്രിങ്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് കഞ്ഞിയിൽ ചേർത്തിട്ട് ഉഴുന്നോ ഉലുവയോ ഹാലിം സീഡോ ഒക്കെ ചേർത്ത് കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ഒരു പ്രായം എത്തുന്നതിനനുസരിച്ച് കുറയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരമാണ് കഴിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് ഈ മസിൽ കയറ്റത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. ഈ അടുത്തത് എള്ളാണ്. ആയുർവേദത്തിൽ അസ്ഥിധാതുവിനെയും വാദശമനത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഭക്ഷണമായിട്ട് എള്ളിനെ കണക്കാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡ്രിങ്കുകളും ഒക്കെ തന്നെ ഇതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മസിൽ കയറ്റത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. അപ്പോൾ ശരീരത്തിൽ എന്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഉള്ളത് എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അതൊക്കെ നിങ്ങൾ നികത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മുടെ കാലുകളുടെ ബലം ക്ഷയിച്ചു വരുമ്പോൾ പലപ്പോഴായിട്ട് ബോഡി മൊത്തത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് കാലിൻ്റെ ആരോഗ്യം എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കാഫ് മസിലിന് കൊടുക്കുന്ന ഒരു എക്സസൈസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതും ആ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതും ഒക്കെ തന്നെ നമ്മുടെ ദീർഘകാലത്തേക്കുള്ള ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ്. അതുകൊണ്ട് കാലിൻ്റെ ആരോഗ്യം അത്ര നിസ്സാരമായിട്ടുള്ളതല്ല. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള മസിൽ കയറ്റമുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നിയാലേ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.